ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. ഇന്നത്തെ വീഡിയോ മന്ത്ലി പ്ലാനർ എങ്ങനെ ഏറ്റവും സിമ്പിളായ രീതിയിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മളിൽ പലരും പ്ലാനർ യൂസ് ചെയ്യുന്നവരാണ്. ചിലർക്ക് തോന്നിയേക്കാം എന്തിനാണ് ഇപ്പോൾ മന്ത്ലി പ്ലാനർ, ഇങ്ങനൊരു മന്ത്ലി പ്ലാനർ എഴുതേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കൂ, ഉണ്ടാക്കുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആക്കാനും വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലാനർ നമുക്ക് ഓൺലൈൻ വഴിയോ ഷോപ്പിൽ നിന്നോ വാങ്ങാൻ കഴിയും. എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു മന്ത്ലി പ്ലാനർ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടത് ഒരു ബുക്കിലെ പേജ് കുറച്ച് തിക്കുള്ളതാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ സാധാരണ നോട്ട്ബുക്കായാലും മതി. ഹൈലൈറ്റർ ഓർ മാർക്കർ, പെൻസിൽ, സ്കെയിൽ, പെൻ, 2-3 കളേഴ്സിലുള്ള പെന്നായാൽ നല്ലത്. ഇത്രയും മതി. ഓഗസ്റ്റ് മാസത്തെ പ്ലാനറാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാനൊരു മോഡൽ കാണിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് തയ്യാറാക്കാം. ഞാൻ ഏറ്റവും സിമ്പിളായ രീതിയിലാണ് കാണിക്കുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പ്ലാനേഴ്സും ഉണ്ട്. ഹാബിറ്റ് ട്രാക്ക്, മീൽ പ്ലാനർ, ടൈം ഷെഡ്യൂൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ ലൈഫ് വളരെ ഈസിയും വെൽ ഓർഗനൈസ്ഡും ആക്കാം. ഇതൊരു പേപ്പർ പ്ലാനറാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പലതരത്തിലുള്ള ഡിജിറ്റൽ പ്ലാനേഴ്സും അവൈലബിൾ ആണ്. മൊബൈലും കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാവുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഡിജിറ്റൽ പ്ലാനേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ലൈഫിൽ നല്ല നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ ഈ പ്ലാനർ കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.